1 ക്ലാസ് മുതൽ 4 ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഇവിടെയാണ്. തമലം ഗവൺമെൻറ് LP സ്കൂൾ, തിരുവിക്രമംഗലം. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പോകുന്നത് നമ്മുടെ കളിയൊച്ചകളും കാൽപാദങ്ങളും പതിഞ്ഞിടത്തേക്കാണ്. ഇവിടെയായിരുന്നു നമ്മൾ അസംബ്ലി കൂടാറുണ്ടായിരുന്നത്. ഈ കോറിഡോർ കാണുമ്പോൾ എനിക്കെന്നല്ല അവിടെ പഠിച്ച എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഒരേ ഒരു കാര്യം, ഓമനാൻ്റിയുടെ കഞ്ഞി, പയറും കഞ്ഞിയും. ഇപ്പോൾ അത് ചോറൊക്കെ ആയി. പക്ഷെ അന്ന് നമ്മളെല്ലാവരും ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി കാത്തിരുന്ന സമയങ്ങളായിരുന്നു. വീട്ടിൽ നിന്നും ചോറ് കൊണ്ടുവരാതെ ഉച്ചയാവാൻ കാത്തിരുന്ന് ആ കഞ്ഞിയുടെ രുചി അറിയാനായിട്ട് ഓടിയെത്തും ഞങ്ങൾ. പിന്നീട് ഒരു സ്കൂളിൽ നിന്നും ഇത്രയും രുചിയുള്ളൊരു കഞ്ഞി എനിക്ക് കിട്ടിയിട്ടില്ല. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പഴയ ഓർമ്മയിലേക്കൊരു മടങ്ങിപ്പോക്ക്. 2001 മുതൽ 2004 വരെയായിരുന്നു അവിടെ ഞങ്ങൾ പഠിച്ചത്. ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് 16 കുട്ടികളെ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. 4 പെൺകുട്ടികളും ബാക്കി 12 ആൺപടകളും. അവന്മാരുടെയൊക്കെ ഇടയിൽ അന്ന് പിടിച്ചു നിൽക്കാൻ വലിയ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ന് തട്ടിയും മുട്ടിയും പോകാൻ പെടുന്ന പാടേ. കളിച്ചും ചിരിച്ചും തല്ലുപിടിച്ചും അടികൂടിയും വഴക്കിട്ടും 4-5 മണിക്കൂർ പോയതേ ഞങ്ങളാരും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ പഠിപ്പിച്ച രമ ടീച്ചറിനും ജുബേറ ടീച്ചറിനും രാജലക്ഷ്മി ടീച്ചറിനുമൊന്നും അസൗകര്യങ്ങൾ കാരണം എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഞങ്ങളെ പഠിപ്പിക്കാതിരുന്നിട്ടും നമ്മൾ വിളിച്ചപ്പോൾ ഓടി വന്ന് നഴ്സറിയിലെ ടീച്ചറും ആയയും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓമന ആൻറ്റിയും എല്ലാവരും അടങ്ങി ഒതുങ്ങി അറ്റൻഷനായിട്ടിരിക്കുന്ന കണ്ടില്ലേ. എന്തായാലും ഈ അടുത്തൊന്നും ഇത്രയും മര്യാദയോടും അച്ചടക്കത്തോടും കൂടി ഞങ്ങളാരും ഇരുന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും ചേർന്ന് സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 24 വർഷത്തെ സൗഹൃദം ആഘോഷമാക്കുമ്പോൾ ഒരു കേക്കില്ലാതെ എന്ത് ആഘോഷമില്ലേ. പെൺകുട്ടികളെ പ്രതിനിധീകരിച്ച് നമ്മൾ 4 പേരും കൂടാതെ വിഷ്ണുവിൻ്റെ വൈഫും കുഞ്ഞും ചേർന്ന് കേക്കെല്ലാം കട്ട് ചെയ്തു പങ്കിട്ട് കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഒത്തുചേർന്നു. എല്ലാവരും കുടുംബവും കുട്ടികളും ജോലിയും എല്ലാ തിരക്കുകളും മറന്ന് പഴയ ആ 4 ക്ലാസ്സുകാരായി മാറുകയായിരുന്നു അവിടെ. പഴയ കളിച്ചിരികളും വിശേഷങ്ങളും ഓർമ്മപ്പെടുത്തലുകളും കൊച്ചു കൊച്ചു കുരുത്തക്കേടുകളും ഗോസിപ്പുകളും എല്ലാമായിട്ട് ഭയങ്കര ഒരു ഓളമായിരുന്നു. 20 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സ്കൂളിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയതുപോലെ തന്നെ തട്ടി വെച്ച് മറച്ച 4 ക്ലാസ് റൂമുകളും നഴ്സറിയും എല്ലാം തന്നെ. പുതുതായി വന്നത് തറയിൽ ടൈൽസ് ഇട്ടു, തറയോടിട്ടു, ഷീറ്റിട്ടു, ഒരു കഞ്ഞിപ്പുര പണിതു, ഒരു പകുതി പണിത ഒരു സ്റ്റേജും. ഇത്രയൊക്കെ തന്നെ പുരോഗമനങ്ങൾ 20 വർഷമായിട്ടും. കുട്ടികളുടെ കാര്യം പറയാനുമില്ല. ഇപ്പോൾ പണ്ടത്തെക്കാട്ടും കുറവ്. ഞങ്ങൾ 16 ആണെങ്കിൽ ഇപ്പോൾ 4-5 പേര് ഒരു ക്ലാസ്സിൽ. 1 മാസത്തിന് മുൻപാണ് ഈ ഒരു കൂടിച്ചേരൽ എന്നൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ തന്നെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം കണക്ട് ചെയ്ത് 16 പേരിൽ 15 പേരെയും കണ്ടെത്തി. അതിൽ ഇനിയും ഒരാളെ കണ്ടെത്താനുണ്ട്. ആ വ്യക്തി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഏത് രൂപത്തിലാണെന്നോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. സ്കൂൾ കാലം കഴിഞ്ഞ് ഞങ്ങളാരും കണ്ടിട്ടുമില്ല. എന്നെങ്കിലും ഈ ഒരു റീയൂണിയനിലേക്ക് ആ വ്യക്തി വന്നു ചേരുമെന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇനിയൊരു കൂടിച്ചേരലുണ്ടാകുമ്പോൾ ഇത്തവണ വരാൻ പറ്റാതിരുന്ന 2 പേരും കൂടി നമ്മുടെ കൂടെ ഒപ്പമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാൾ ജോലി തിരക്ക് കാരണം വരാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾ ഇന്ന് പ്രവാസിയാണ്. സംസാരിച്ച് നാക്കിലെ വെള്ളം പറ്റിയപ്പോൾ എല്ലാവരും കൂടെ ഫുഡിലേക്ക് കടന്നു. നല്ല ചിക്കൻ ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ചേർന്ന് എല്ലാവരും കൂടി ആഘോഷമായിട്ട് തന്നെ പങ്കിട്ട് കഴിച്ചു. ഈ ക്ലാസ് റൂമിലിരുന്ന് എന്തൊക്കെ കഴിച്ചാലും അന്നത്തെ ആ പഴയ പയറും കഞ്ഞിയുടെയും അച്ചാറിൻ്റെയും രുചി നമ്മുടെ ആരുടെയും നാവിൽ നിന്നും ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മയായിരുന്നു നമുക്കെല്ലാവർക്കും അത്. ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് 1-2 പേരങ്ങ് പിരിഞ്ഞുപോയി. ബാക്കി ഞങ്ങൾ വീണ്ടും കൊച്ചു വർത്തമാനങ്ങളുമായി വരാന്തയിൽ തന്നെ കൂട്ടം കൂടി ഇരിപ്പായി. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വകയായി ഒരു ഡാൻസും അവിടെ അരങ്ങേറി. ആളൊരു നൃത്താധ്യാപികയാണ്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സൗഹൃദം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെട്ടതുപോലെ തോന്നി. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടിയും വീണ്ടും ഒന്നുകൂടിയും കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും ഒരു റീയൂണിയന് അടിത്തറയിട്ടുകൊണ്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോയത്. എല്ലാവരും സങ്കടത്തോടു കൂടിയാണ് പിരിഞ്ഞത്. ഇനിയും ഇരിക്കണമെന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റില്ലല്ലോ.